നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ റാപ്പർ ഹിരൺദാസ് മുരളികുമാറിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. വിവാഹം വാഗ്ദാനം നൽകിയ ഒരു യുവ ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് നടപടി. സെപ്റ്റംബർ 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നതടക്കമുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഇയാൾക്കെതിരെ മറ്റൊരു യുവതി കൂടി സമാനമായ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, DGP എന്നിവർ നേരിട്ടാണ് ഈ പരാതി ലഭിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും കോർ കമ്മിറ്റി അംഗവുമായ C. കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഇത് സംബന്ധിച്ചു പരാതി നൽകിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല എന്ന് പറയപ്പെടുന്നു. RSSലെയും BJPയിലെയും ഉന്നത നേതാക്കളെ പരാതി അറിയിച്ചെങ്കിലും കൃത്യമായ പരിഹാരം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ ബന്ധു കൂടിയാണ് പരാതിക്കാരി എന്നറിയുന്നു. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു കൃഷ്ണകുമാർ. കടക്കൽ കുമ്മിൾ പഞ്ചായത്തിലെ പ്രിയ വിനോദിനെതിരെ CPM. CITU ഉന്നയിച്ച റോഡ് കയ്യേറ്റ പരാതി പഞ്ചായത്ത് അധികൃതർ തള്ളി. ടൈൽസ് ഇറക്കാൻ തൊഴിലാളികളുടെ അമിത കൂലിക്കെതിരെ പ്രിയ സ്വയം ടൈൽസ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരാതിയിലേക്ക് നയിച്ചത്. കടക്കൽ കുമ്മിളിലെ താമസക്കാരിയായ പ്രിയ വിനോദ് വീടിൻ്റെ മതിലിന് റോഡ് കയ്യേറിയെന്നായിരുന്നു പരാതി. CPM പഞ്ചായത്ത് അംഗം റെജി കുമാരിയും CITUവും ചേർന്ന് കുമ്മിൾ, പാങ്ങോട് പഞ്ചായത്തുകളിലാണ് പരാതി നൽകിയത്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി. മതിൽ റോഡിൽ നിന്ന് 1.5 അടി വിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും നിയമലംഘനം നടന്നിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. തുടർന്ന് അധികൃതർ പരാതി തള്ളുകയായിരുന്നു. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പൊതു ആവശ്യങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഭൂമികളെയും ചെറിയ രീതിയിലുള്ള ഉപയോഗമാറ്റങ്ങളെയും വേർതിരിച്ച് കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഭേദഗതി നടപ്പാക്കുന്നതോടെ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ നിലനിൽക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.